ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനൽ വീക്കായിട്ടുള്ള ഫിനാലെ വീക്കിലോട്ടുള്ള വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൃത്യം 10 തന്നെ ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് യുദ്ധമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. 7 പേരാണ് നിലവിൽ ഹൗസിൽ ബാക്കി നിൽക്കുന്നത്. 7 സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റുകൾ തന്നെയാകുമ്പോൾ ആരൊക്കെ ടോപ്പ് 5 എത്തുന്നു, ആരായിരിക്കും കപ്പടിക്കാൻ സാധ്യതയെന്നും ആരായിരിക്കും പുറത്തു പോകാൻ സാധ്യത എന്നൊക്കെയാണ് പ്രഷർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ആദ്യ മിനിറ്റ് വോട്ടിങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വൻ വോട്ടിംഗ് യുദ്ധങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ആയതുകൊണ്ട് തന്നെ എല്ലാ കണ്ടസ്റ്റന്റിന്റെയും ആരാധകര് മത്സരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആദ്യ മിനിറ്റുകൾ പിന്നിടുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനീഷേട്ടൻ തന്നെയാണ്. അനീഷേട്ടനെതിരെ ഒരുപാട് PR വർക്കുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അനീഷേട്ടൻ അന്യുമ്പോൾ നല്ല രീതിയിൽ ഒരു ലവ് സ്ട്രാറ്റജി ഇറക്കി വീഴ്ത്തിയതുകൊണ്ട് തന്നെ അന്യുമോൾ ഫാൻസ് അനീഷേട്ടനെതിരെ നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിലും വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മിനിറ്റുകളിൽ അനീഷേട്ടൻ മുന്നിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് അനുമോളെ കാണാൻ സാധിക്കുന്നത്. അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് ഉണ്ട്, എന്നാലും അനീഷേട്ടൻ്റെ അത്രത്തോളം വരുന്നില്ല. മൂന്നാം സ്ഥാനത്ത് ആദ്യ മിനിറ്റ് വോട്ടിംഗിൽ ഞെട്ടിക്കുന്നത് ഷാനവാസിക്കാണ്. ഷാനവാസിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ടോപ്പ് 5 എത്തുന്ന ഷാനവാസിക്കും പ്രതീക്ഷ വയ്ക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് നെവിനാണ് കേട്ടോ. നെവിൻ നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു എന്റർടൈനറാണ്. അതുകൊണ്ട് തന്നെ നെവിനെ പ്രഷർ ഈ ആഴ്ച നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ടോപ്പ് 5 എത്തിക്കൂ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആദ്യ മിനിറ്റ് വോട്ടിംഗ് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന നൂറയാണ്. നൂറ ടോപ്പ് 5 എത്താൻ നല്ല രീതിയിൽ അർഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ്. കാരണം ടിക്കറ്റ് ഫിനാലെയൊക്കെ സ്വന്തമാക്കിയ കാഴ്ച നമ്മൾ കണ്ടാണ്. അത്രത്തോളം ടാസ്കിന് വേണ്ടി എഫോർട്ടൊക്കെ ഇട്ട് ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. മികച്ചൊരു ഗെയിമറൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നൂറ സേഫ് ആകാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും ഡേഞ്ചർ സോണിലാണ് അഞ്ചാം സ്ഥാനത്തേക്കുമ്പോൾ ഡേഞ്ചർ സോണിലുള്ള 2 പേരായിട്ട് അക്ബറും ആദിലയും മാറുകയാണ്. 6ാം പൊസിഷനിൽ ആദ്യ മിനിറ്റ് വോട്ടിംഗ് അക്ബർ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിൽ ഏറ്റവും വോട്ട് കുറവായിട്ട് ആദിലയാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ആദില നൂറ ആരെങ്കിലും ഒരാൾ ടോപ്പ് 5 എത്തണമെന്നാണ് പ്രേക്ഷകരും അല്ലെങ്കിൽ അവർ തന്നെ ആഗ്രഹിക്കുന്നത്. അത് പ്രത്യേകിച്ച് ആദിലയ്ക്ക് വിട്ടുകൊടുക്കാൻ ഒരു മനസ്സുണ്ട്. അതേസമയം നൂറ ടോപ്പ് 5 എത്തണമെന്ന് ആദിലയ്ക്ക് ഒരു മനസ്സുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ നൂറയുടെ ആതിരയുടെ വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് 2 പേരും പുറത്തു പോകുന്നൊക്കെ വരും മണിക്കൂർ വോട്ടിങ്ങിലൂടെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിങ്ങിലോട്ടാണ് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും വോട്ടിംഗ് മാറി മറിയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്ന വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് അല്ലെങ്കിൽ മികച്ച ഗെയിമർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടിനത്തെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ലിസ്റ്റുകളും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.